അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളിൽ അധികം ആളുകളും ഈ പറയുന്ന ഞാനായാലും കേൾക്കുന്ന നിങ്ങളായാലും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കും. അത് ചിലപ്പോൾ രോഗം കൊണ്ടാവാം, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ബുദ്ധിമുട്ടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നമാണ്, അയൽവാസിയിലെ പ്രശ്നമാണ്, ജോലി ചെയ്യുന്ന സ്ഥലത്തെ പ്രശ്നമാണ്, ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനുള്ള പ്രയത്നത്തിലായിരിക്കാം. എന്നാൽ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ എന്താണ് ഒരു വഴി? ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, തങ്ങളെ ഒരുപാട് പ്രശ്നങ്ങളാണ്, മാനസികമായി ബുദ്ധിമുട്ടിലാണ്, ഒന്ന് മനസ്സ് റാഹത്താവാൻ എന്തെങ്കിലും ഒന്ന് ഓതാൻ തരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ദിക്ർ തരുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യമായി എനിക്ക് എൻ്റെ ശരീരത്തിനോടും പിന്നീട് നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ രോഗങ്ങളും ഈ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് തരുന്നതാരാ? അല്ലാഹു തആലയാണ്. ഇത് ശിഫയാക്കേണ്ടവനും ഇത് മാറ്റിത്തരേണ്ടവനും ആരാ? അതും അല്ലാഹു തആലയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ, രോഗങ്ങൾ ശിഫയാകാൻ ഒക്കെ ഇതിലൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും. അതിൽ നിന്ന് ഒന്നാമത്തത്, നമ്മൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തെറ്റിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം ഒന്ന് സംശുദ്ധമാക്കുക. അതായത് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, അത് നമ്മുടെ ആത്മാർത്ഥമായ ദുആ കൊണ്ട്, നമ്മുടെ നിഷ്കളങ്കമായ തൗബ കൊണ്ട് അല്ലാഹു തആല നമുക്ക് പുറത്തു തന്നേക്കാം. കാരണം അല്ലാഹു തആല റഹ്മാനും റഹീമുമാണ്. എന്നാൽ സൃഷ്ടികളോട് നമ്മൾ ചെയ്യുന്ന തെറ്റ്, അതാണ് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് അല്ലാഹു തആല പുറത്തു തരില്ല. അത് നമ്മൾ സൃഷ്ടികളോട് തന്നെ നമ്മൾ പൊരുത്തപ്പെടിക്കണം. നമ്മൾ ആരെയെങ്കിലും ഗീബത്തോ നമീമത്തോ ഫിത്നയോ ഫസാദോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടം വാങ്ങിയിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ, ഇതൊക്കെ നമ്മൾ സൃഷ്ടികളോട് ചെയ്യുന്ന തെറ്റാണ്. അത് അല്ലാഹു തആല പുറത്തു തരൂല. അത് നമ്മൾ സൃഷ്ടികളോട് തന്നെ പൊരുത്തപ്പെടിക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ, ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചിട്ട് അവിടുത്തെ ഉസ്താദ് ഒരു ചോദ്യം ചോദിക്കും. ഈ മയ്യത്തുമായി ആരെങ്കിലും വല്ല സാമ്പത്തികമായി ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ ആ മയ്യത്തുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് അത് തീർക്കണം. ഇനി ആ മയ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും വല്ല പ്രയാസങ്ങളും അവരുടെ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ മയ്യത്തിന് പുറത്തു കൊടുക്കണം എന്ന്. കാരണം അത് അള്ളാഹു പുറത്തു കൊടുക്കുന്നതല്ല, അത് നമ്മൾ തന്നെ പൊരുത്തപ്പെടിക്കേണ്ടതാണ്. അപ്പോ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന തെറ്റിനേക്കാളും നമ്മൾ സൂക്ഷിക്കേണ്ടത് സൃഷ്ടികളോട് നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. അപ്പോ തെറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനോട് നിഷ്കളങ്കമായി തൗബ ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ ദുആ എനിക്ക് അല്ലാഹു തആല തീർച്ചയായിട്ടും അല്ലാഹു തആല ഉത്തരം നൽകും. അപ്പൊ അവിടെ പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ കാര്യം, അത് ഈ ഒന്നാമത്തെ കാര്യത്തിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് നമ്മൾ സ്വലാത്ത് മുറുകെ പിടിക്കുക, നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കുക. കാരണം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ചോദിക്കുക. അപ്പോഴാണ് അല്ലാഹു തആല നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുന്നത്. എന്താണ് അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? അത് അവിടുത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ തന്നെയാണ്. കാരണം നമ്മൾ ചെയ്യേണ്ട ഒരു ഇബാദത്തിനെ കുറിച്ചും അള്ളാഹുവും മലക്കുകളും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചെയ്യണം എന്ന് ഖുർആനിലൂടെ തന്നെ എടുത്തു പറഞ്ഞിട്ടേ ഇല്ല. നമ്മൾ 5 വക്ത് നിസ്കാരം നിസ്കരിക്കൽ നിർബന്ധമാണ്. ആ നിസ്കാരത്തിനെ പോലും ആ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കണം ഇങ്ങനെ നിസ്കരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. നിസ്കാരത്തിന്റെ ഷർത്തോ ഫറലോ ഒന്നും എടുത്തു പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുമില്ല. ഒരു ഇബാദത്തിനെ കുറിച്ചും അള്ളാഹു മലക്കുകളും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് സ്വലാത്തിനെ കുറിച്ച് മാത്രമാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് അല്ലാഹു തആല പ്രതിഫലം കൂട്ടിത്തരുന്നത് റമളാനിലാണ്. ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർള് ചെയ്ത കൂലിയും, ഒരു ഫർള് ചെയ്താൽ 70 ഫർള് ചെയ്ത കൂലിയും, അങ്ങനെ നമുക്ക് അല്ലാഹു തആല ചെയ്തു തരുന്നത് റമളാനിൽ ഒരു മാസമാണ്. എന്നാൽ സ്വലാത്തിനിക്ക് എല്ലാ സമയത്തും, ഏത് സമയത്തൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ, ഒരു സ്വലാത്തിനിക്ക് 10 പ്രതിഫലം അല്ലാഹു തആല നമുക്ക് നൽകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന ഓരോ സ്വലാത്തിനിക്കും 10 പ്രതിഫലം അല്ലാഹു തആല നമുക്ക് എന്നും നൽകുന്നുണ്ട്.
അപ്പോ സ്വലാത്ത് നമ്മൾ കൂടുതൽ 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 ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. അപ്പൊ അള്ളാഹു താല എത്രയും പെട്ടെന്ന് നമ്മുടെ ദുആകൾ അള്ളാഹു താല സ്വീകരിക്കും. അപ്പൊ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും, ഇന്ന് ഒരുപാട് സ്വലാത്തുകൾ കാണുന്നുണ്ടല്ലോ, അതിൽ ഏത് സ്വലാത്താണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്, ഏത് സ്വലാത്താണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് എന്ന്. ഏത് സ്വലാത്ത് ചൊല്ലിയാലും അത് എത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തന്നെയാണ്. അതിന്റെ പ്രതിഫലവും അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യും. എന്നാൽ സ്വലാത്തിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത് നമ്മളൊക്കെ നിസ്കാരത്തില് അത്തഹിയ്യാത്തിൽ ഓതുന്ന ഇബ്രാഹിമിയ സ്വലാത്താണ്. എന്നാൽ ഒരുപാട് സ്വലാത്തുകൾ വേറെയുണ്ട്. സ്വലാത്തു താജ്, സ്വലാത്തു നാരിയ, സ്വലാത്തുൽ ഫാത്തിഹ്, അതുപോലെ നമ്മൾ എപ്പോഴും ചൊല്ലുന്ന സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആ സ്വലാത്ത്. ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകളുണ്ട്. ഇതിൽ ഏത് സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കുകയാണെങ്കിലും, ഏത് സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിലും അതിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അള്ളാഹുവിന്റെയും തൃപ്തി നമുക്ക് ലഭിക്കുകയും നമ്മുടെ ദുആകൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുകയും നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തീരുകയും രോഗങ്ങൾ ശിഫയാകുകയൊക്കെ ചെയ്യും. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സ്വലാത്തിന്റെ പവറാണ്. ആ സ്വലാത്ത് ചൊല്ലിയാലും നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിനോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചാലും അത് തരുന്നവൻ അള്ളാഹു തആല തന്നെയാണ്. ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ ചോദിക്കുന്നില്ലേ, നിങ്ങൾ ഔലിയാക്കന്മാരോട് ചോദിക്കുന്നില്ലേ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അവരെ നമ്മൾ മാറ്റി നിർത്തുക. കാരണം നമ്മുടെ വിശ്വാസം എന്താ? അള്ളാഹു തആലയാണ് തരുന്നവൻ. ആരോട് ചോദിച്ചാലും, അത് ജീവിച്ചിട്ടുള്ള ആളോട് ചോദിച്ചാലും മരിച്ചവരോട് ചോദിച്ചാലും ആരായാലും തരുന്നവൻ ആരാ? അള്ളാഹുവാണ്. നമ്മൾ വീട്ടിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് ഭാര്യയോടോ ഉമ്മയോടോ മക്കളോടോ ചോദിക്കാറില്ലേ? അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറെ എന്റെ ഈ രോഗം ഒന്ന് ശിഫയാക്കിത്താ എന്ന് പറയാറില്ലേ? അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിന്റെ അടുത്ത് പോയി എന്റെ ഈ മൊബൈൽ ഒന്ന് ശരിയാക്കിത്താ എന്ന് പറയാറില്ലേ? അതൊക്കെ ശിർക്കാണോ? ആ പറയുന്ന ആളുകളോടൊന്ന് പോയി പണി നോക്കാൻ പറയുക. കാരണം നമ്മുടെ വിശ്വാസം അത് അള്ളാഹുവിലാണ്. എന്നാൽ അള്ളാഹു തആലയാണ് എല്ലാ ആളുകൾക്കും കഴിവ് കൊടുക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസം പണ്ടേ നമ്മൾ തലയിൽ വെച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവിടെ വേറെ ഒരു വിശ്വാസത്തിന്റെ അവസ്ഥ നമുക്ക് വരുന്നില്ല. എന്നാൽ അള്ളാഹു അല്ല, ഈ മെക്കാനിക്കിനാണ് എന്റെ മൊബൈൽ ശരിയാക്കാൻ കഴിവുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ഓൺ ദി സ്പോട്ട് നമ്മൾ ഇസ്ലാമിൽ നിന്ന് ഔട്ടായി, ഇസ്ലാമിന്റെ മെമ്പർഷിപ്പിൽ നിന്ന് നമ്മൾ കട്ടായി. അങ്ങനെയുള്ളൊരു വിശ്വാസം നമ്മൾ ഇന്ന് വരാൻ പാടില്ല. എല്ലാ കഴിവുകളും അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് തന്നെയാണ്. ഈ പറയുന്ന എനിക്ക് പറയാനുള്ള കഴിവ്, നിങ്ങൾക്ക് കേൾക്കാനുള്ള കഴിവ്, ഇതൊന്നും നമ്മളിതല്ല. ഈ വലിക്കുന്ന ശ്വാസം മേലോട്ട് പോയി താഴോട്ട് വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ താഴോട്ട് പോയി മേലോട്ട് പോയില്ലെങ്കിൽ ചുരുങ്ങിയ സെക്കൻഡുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മിനിറ്റ് അത്രേ ഉണ്ടാവുള്ളൂ, തീർന്നുപോയി. നമുക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്രയും ജീവിക്കാമായിരുന്നില്ലേ? ഇവിടെ ആരെങ്കിലും അതുപോലെ ജീവിച്ചോ? അങ്ങനെ ജീവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ചങ്കിലെ ചോരയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിക്കണമായിരുന്നു. എന്നാൽ ഈ ദുനിയാവ്, ഇത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഈ ദുനിയാവ് ആഖിറത്തിലേക്കുള്ള ഒരു കൃഷി സ്ഥലമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, പല തരത്തിലുള്ള സാധനങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. നെൽകൃഷി ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പയറ് കൃഷി ചെയ്യാറുണ്ട്, കപ്പ കൃഷി ചെയ്യാറുണ്ട്, കിഴങ്ങ് കൃഷി ചെയ്യാറുണ്ട്, വെള്ളരി കൃഷി ചെയ്യാറുണ്ട്, മത്തൻ കൃഷി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. എന്നാൽ ഇതെല്ലാം ഒരേ സമയത്താണോ കൃഷി ചെയ്യുന്നത്? അല്ല, പലതും പല സമയത്താണ്. ആ കൃഷി എടുത്തു വെച്ചിട്ട് അതിൽ നിന്നാണ് കൃഷി ഇല്ലാത്ത സമയത്ത് നമ്മൾ ഭക്ഷിക്കുന്നത്, അല്ലെ? എന്നാൽ നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത്, ഈ ദുനിയാവിൽ കൃഷി ചെയ്യുന്നത് നാളെ ആഖിറത്തിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ഉപകരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ദുനിയാവ് എന്നുള്ളത് ഇത് നശിച്ചു പോകുന്നതാണ്. ഇത് നാളെ ആഖിറത്തിലേക്ക് വേണ്ട ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സ്ഥലം മാത്രമാണ്. അല്ലാഹു തആല ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ നമ്മൾ ആദ്യമായി തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് സ്വലാത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.